അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ മുൽക്ക് 8-ാമത്തെ സൂക്തം വിശദീകരണം ഭാഗം 1. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. തകാദു തമയ്യസു, അത് പിളർന്നു പോകുമാറാകും. മിനൽ ഗൈലി, ക്ഷോഭത്താൽ. കുല്ലമാ ഉൽക്കിയ, എറിയപ്പെടുമ്പോഴെല്ലാം. ഫീഹ, അതിൽ. ഫൗജുൻ, ഓരോ സംഘവും. സഅലഹും, അവരോട് ചോദിക്കും. ഖസനതുഹ, അതിൻ്റെ കാവൽക്കാർ. അലം യഅ്തിക്കും, നിങ്ങളുടെ അടുത്ത് വന്നിരുന്നില്ലേ. നദീർ, മുന്നറിയിപ്പുകാരൻ. നരകത്തിലേക്ക് സത്യനിഷേധികൾ വലിച്ചെറിയപ്പെടുമ്പോൾ നരകത്തിൽ നിന്നും ഭീകരമായ ഗർജനം കേൾക്കും. നരകം തിളച്ചുമറിയും എന്നാണ് 7-ാം സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞത്. 8-ാം സൂക്തത്തിൽ ക്ഷോഭത്താൽ നരകം പൊട്ടിപ്പിളർന്നു പോകുമാറാകും എന്നാണ് ആദ്യം പറയുന്നത്. തക്കാദു തമയ്യസു മിനൽ ഗൈൽ, ഗൈലിനാൽ, ക്ഷോഭത്താൽ നരകം തമയ്യുസ്, പിളർന്നു പോകാറാകും. ധിക്കാരികളോടുള്ള അടങ്ങാത്ത വികാര വിക്ഷോഭത്താൽ നരകം പല കഷ്ണങ്ങളായി ചെതറിപ്പോകാൻ, പൊട്ടിത്തെറിക്കാൻ മാത്രം പ്രക്ഷുബ്ധമാകും. അചേതനമായ നരകം പോലും എത്രമാത്രം ദേഷ്യം വെച്ച് പുലർത്തുന്നു നിഷേധികളോട്, അതിഭീകരമായ കോപം വെച്ച് പുലർത്തുന്നു നിഷേധികളോട് എന്ന് ഈ സൂക്തം വ്യക്തമാക്കുന്നുണ്ട്. കോപം കൊണ്ട് നരകം ശ്വാസം മുട്ടുകയാണ്. ഇമാം റാസി റഹിമഹുല്ല ഇത് ആലങ്കാരിക പ്രയോഗമാണ് എന്നും അല്ല, നരകത്തിന് സ്പെഷ്യൽ വികാരവും തിരിച്ചറിവ് നൽകിയത് കൊണ്ട് നരകം യഥാർത്ഥത്തിൽ ഇങ്ങനെ പ്രകടിപ്പിക്കുകയാണ് എന്നും വിശദീകരിച്ചിട്ടുണ്ട്. നിഷേധികളോടുള്ള വെറുപ്പിനാൽ നരകം പല കഷണങ്ങളായി പിളർന്നു പോകുമാറാകുന്നു. ദേഷ്യത്താൽ നരകം അതിൻ്റെ ഇരകളോട് സംസാരിക്കുമെന്നും അവരെ ശകാരിക്കുമെന്നും ചില മുൻകാല പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മതിവരാത്ത അവസ്ഥയാണ് നരകത്തിനുണ്ടാവുക. സൂറത്തു ഖാഫിൽ അള്ളാഹു പറയുന്നുണ്ട്, യൗമ നഖൂലു ലി ജഹന്നമ ഹലിം തലഅതി ഫതഖൂൽ ഹൽ മിൻ മസീദ്. നരകത്തോട് നാം പറയുന്ന സന്ദർഭം, നീ നിറഞ്ഞോ, മതിയായോ. നരകം പറയും, ഇനിയുണ്ടോ, ഇനി കൂടുതലുണ്ടോ എന്ന്. സത്യനിഷേധികൾ നരകത്തിൽ പ്രവേശിക്കുമ്പോൾ നരകം പ്രകടിപ്പിക്കുന്ന അതിഭീകരമായ ക്രോധത്തിൻ്റെ, വൈലിൻ്റെ വിവരണമാണ് ഈ സൂക്തം. നരകം കേവല ഭൗതിക അഗ്നി മാത്രമല്ല, മറിച്ച് ധിക്കാരികളോട് ശത്രുത പുലർത്തുന്ന സൃഷ്ടി കൂടിയാണ് എന്നും ഈ സൂക്തത്തെ വിശദീകരിച്ചവരുണ്ട്. ഏതർത്ഥത്തിലും നരകം അതിഭീകരമാണ്. ആ ഭീകരമായ നരകത്തിൽ നിന്നും രക്ഷ തേടാനും നേടാനും കഴിയുന്നത് ഈ ഭൂമിയിലെ വിശ്വാസ പ്രവർത്തനങ്ങളിലൂടെ മാത്രമാണ്. ആ അർത്ഥത്തിൽ നരകത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാകണം ജീവിതം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.